ചൂടുന്ന ലഘുനാടകം കുബേർക്കുടം. എന്റെ ദൈവമേ, പാടയെടുത്തന്നെ നാട് ഒടിഞ്ഞു. ഇവിടെ ഫ്രിഡ്ജുമില്ല, മിക്സിയില്ല, കുന്തമില്ല. എന്റെ ദൈവമേ, ഒരു ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ എന്തൊരു ഭാഗ്യായിരുന്നു. ഒരു ഫ്രിഡ്ജും വാങ്ങണം, മിക്സിയും വാങ്ങണം, പിന്നെ വേറെ അത് ശീലം കണ്ടിരുന്നാ മതിയായിരുന്നു. ഇതിപ്പോ നേരെ 5 മണിയായല്ലോ. 4 മണി സ്കൂൾ വിട്ടിട്ട് ഇപ്പോഴും തന്നെ പോയി. അതെങ്ങനെയാ കണ്ട ചപ്പിനോടും പുല്ലിനോടൊക്കെ തിന്നാനും മാത്രമേ എത്തുക. അവിടെ നിങ്ങൾ വരട്ടെ, എന്റെ കൈ ചുറ്റുന്നുണ്ട്. മമ്മി വീട്ടിലുണ്ടോ? അമ്മേ, ഒരു ചായ. രാജകുമാരൻ എത്തിയോ? എവിടായിരുന്നു ഇത്ര സമയം? അമ്മേ, ഒന്ന് മാറട്ടെ. കാന്തപ്പോഴോടെ കുന്തോ വെച്ചിരിക്കേ. ഇപ്പോൾ കൂജേലിന്റെ കുബേരനാകാം. വെറും 39,999 രൂപയ്ക്ക് കുബേർക്കുടം ഓർഡർ ചെയ്യൂ. സകല സൗഭാഗ്യങ്ങളും സ്വന്തമാക്കും. കുബേർക്കുടം വാങ്ങി സമ്പന്നനായ വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. കാരണം സാർ എന്താണ് സംഭവിക്കാനുണ്ടായ? ഞാനിപ്പോൾ വളരെ സന്തോഷത്തിലാണ്. ഞാൻ പണ്ട് വളരെ തിരക്കായിരുന്നു. ഇപ്പോൾ എന്റെ വീട്ടിൽ വളരെ വലിയ അത്യാധുനിക സൗകര്യങ്ങളുണ്ട്. ഈ കുബേർക്കുടം എന്റെ വീട്ടിൽ വന്നതോടെ എന്റെ എല്ലാ പ്രശ്നങ്ങളും മാറി. ഞാൻ വളരെ സമ്പന്നനായി. എനിക്കിപ്പോൾ ധരിക്കാൻ വില കൂടിയ വസ്ത്രങ്ങളുണ്ട്. കയ്യിൽ സ്വർണ്ണത്തിന്റെ വാച്ചുണ്ട്. ഞാൻ മുമ്പത്തെക്കാൾ സുന്ദരനായിരിക്കും. നിങ്ങൾക്കും ഇതുപോലെ സമ്പന്നനാവട്ടെ എങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കൂ ഞങ്ങളുടെ ഹോട്ട്ലൈൻ നമ്പറിലേക്ക് 9747368611. നിങ്ങൾ കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കൂ www.kuberkudam.com. അമ്മേ, കുബേർക്കുടം പോലക്ക കൂടുതൽ പണിയെടുക്കായിരുന്നു. അച്ഛനോ പണി കയറി അപ്പോഴൊരു കുബേർക്കുടം. അല്ലെങ്കിൽ അമ്മേനെ പറഞ്ഞ കാര്യമില്ല. അമ്മയെ പൊക്കെ അമ്മയെ പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ഞാൻ എന്താണ് പറഞ്ഞത്? ഇനി ഇതേന്ന് പറയുന്നത് എനിക്കറിയായിരുന്നു. ഇങ്ങനെ പോയാ കുറച്ചു മുന്നേ വൃദ്ധപ്രദേശത്തിലാക്കലോടി. എന്താ ചന്തയോ? നിങ്ങളിവിടെ പറയുന്നു കേട്ടോ, പയത്താനെന്നെ വൃദ്ധപ്രദേശത്തിലാക്കൂന്ന്. ആളോടി മോളെ അറിഞ്ഞാണ് ചായ കിട്ട് മനുഷ്യന്മാരുടെ പണിയിരുന്നെങ്കിൽ എന്നൊരു ചായ. അച്ഛാ, നിങ്ങൾക്ക് കോടീശ്വരനാവട്ടെ എങ്കിൽ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യൂ. വെറും 39,999. നിങ്ങൾക്ക് കോടീശ്വരനാവാൻ ആഗ്രഹമില്ലേ? എന്നും ഇങ്ങനെ വീട്ടിലിരുന്ന് കഷ്ടപ്പെട്ടാൽ മതിയോ? ഒരു ഫ്രിഡ്ജും മിക്സിയും വാഷിംഗ് മെഷീനും ഒക്കെ വാങ്ങട്ടെ എങ്കിൽ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യൂ. വെറും 39,999 രൂപയ്ക്ക് ഞങ്ങളുടെ കുബേർക്കുടം. നിങ്ങൾക്ക് കോടീശ്വരനാവട്ടെ. ദേവൻഷ്യ, ഒന്നുകൊണ്ട് നോക്കിയേ. തപ്പതൊന്ന് വാങ്ങാം. അതിനൊന്നും പോലെ കൂലിപ്പണിയെടുക്കുന്ന ഏറുന്ന പൈസ. ഇങ്ങനെ പോലെ കൂലിപ്പണിയെടുക്കുന്നല്ലേ അങ്ങോട്ട് സുധാകരൻ. ഓനിൽ എന്തൊരു അടിപൊളി ജീവിതം. എടി, അവനൊക്കെ പാരമ്പര്യ ഒത്തിരി. അതൊന്നും എന്റെ സംശയം. അവനും ആ കൂടെ വാങ്ങിയിട്ടുണ്ടോന്നാ? കൂട? ഏത് കൂട? കുബേർക്കുടം. ഇരുട്ടത്തിച്ച പ്രകാശിക്കുന്ന കൂടം നമുക്കൊക്കെ വാങ്ങാം. അച്ഛാ, നമുക്കും വാങ്ങാം അച്ഛാ, പ്ലീസ് അച്ഛാ. മോളെന്തേ പറയുന്നു? മോക്ക് പഠിപ്പുള്ളല്ലേ? ഇതൊക്കെ ഒരു തട്ടിപ്പാണ്. തട്ടിപ്പൊന്നല്ല, ഇത് എന്താണ് തട്ടിപ്പ? കൺമുന്നിൽ കാണുന്നത് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനാ നാട്ടിൽ ചേർന്ന് നടപ്പൂ? വീട്ടിൽ സ്വർണം വച്ചിട്ടെന്തിനേ നാട്ടിൽ ചേർന്ന് നടപ്പൂ? ഹായ്, പണം. സ്വർണം നൽകോ, പണമുണ്ടാക്കോ, 2 മിനിറ്റിൽ. കുടുംബം മുടിപ്പിച്ചാണ്. ഇനിയിപ്പം
അയ്യോ ഹലോ കുബേർ കുട്ടിന്റെ ഓഫീസില്ലേ എനിക്ക് വയ്യ നമുക്കൊരു കുടമായിരുന്നല്ലോ മൂന്ന് മാസം ഒപ്പം കൊടുക്കുന്നു കാശല്ലേ മനസ്സിൽ തന്നെ നിങ്ങളൊന്ന് പറ കാശൊക്കെ തരാം അല്ല നമുക്ക് നമ്മളുടെ വരണ്ടേ അങ്ങനെ കാണിച്ച് ആദ്യം തലശ്ശേരത്തിലാണ് നമ്പറിലേക്ക് വിളിച്ചാൽ പേരാ പേര് മോഹൻ ശരി വണ്ടിട്ട് തന്നിട്ടുണ്ട് അല്ല എനിക്ക് ചായ വേണോ നിന്നില്ലേ മോളും ഇന്നത്തെ കാര്യം കുശാലി തന്നെ ഒരു മണ്ണൻ കൂടി കുറുക്കരി വീണു ആണോ സത്യം തന്നെ അല്ല ഇതിപ്പോ ഏത് നാട്ടിലെ പൊട്ടാമൊക്കെ ഓർഡർ ചെയ്ത് ഹലോ മിസ്റ്റർ മോഹനല്ലേ ഇപ്പോൾ തന്നെ വാങ്ങണമെങ്കിൽ അതെനിക്ക് തീർന്നു വാങ്ങിട്ടോ ഈ കുളം വാങ്ങിയെനിക്ക് ഇപ്പോൾ കഴിയുന്നില്ല തീർച്ചയായും കാണാൻ പോകുന്ന മൂലം പറഞ്ഞറിയിക്കണം രാഹുകാലത്തിന് മുമ്പ് പണം തന്നെ കുട്ടികൾക്ക് വാങ്ങിക്കോളാം പണം അല്ല ഇതെവിടെ വയ്ക്കേണ്ടത് കാണാതെ തൊട്ടുഞ്ഞാടാതെ ഈ കുബേരമന്ത്രം 1001 പ്രാവശ്യം ചെവി സൂതളം ഏത് മന്ത്രം എനിക്കെന്ത് പറയാ ബാഗിന്റെ ജപ്പിനോടില്ലാന്ന് എനിക്ക് നാളെ കാര്യമില്ലല്ലോ അച്ഛനെ ഇരിക്കുന്ന പോയി ചോദിച്ചത് അച്ഛാ എനിക്ക് വിശക്കുന്ന അച്ഛാ മോളെ അച്ഛൻ എന്ത് ചെയ്യാനാ പണിയെടുത്ത് കിട്ടുന്ന പൈസ ബാങ്കിൽ ലോൺ എടുക്കാൻ പോലും കഴിയുന്നില്ല സാരമില്ല അച്ഛൻ എന്തെങ്കിലും വാങ്ങിച്ചിരുമ്പോ മൺകുടം വിൽപ്പന ചെയ്ത് നിരവധി പേരെ പറ്റിച്ച് കോടിക്കണക്കിന് രൂപ കിട്ടിയ ആറംഗ സംഘത്തെ ഇന്ന് രാവിലെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്റെ പണം എന്റെ പണവും പോയി പണ്ടും പോയി എന്റെ ഈശ്വര നീ എന്നോട് ചതി ചെയ്തില്ല കാര്യമില്ല